ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. എന്താടോ ഒരു വിഷമം? അയാൾ ആർദ്രമായി അത്രയേറെ കനിവോടെ ചോദിച്ചു. ഒരു പക്ഷേ അവൾക്കുള്ളം വേദനിക്കുന്നത് അയാൾ മനസ്സിലാക്കി കാണണം. മറുപടിയായി ദയ ഒന്നുമില്ലെന്നർത്ഥേനെ മിഴികൾ ചിമ്മി തുറന്നു. ചർച്ചകൾ അങ്ങനെ മുന്നോട്ട് നീണ്ടപ്പോൾ ദയ ഒന്നിലും പെടാതെ നിശബ്ദമായി അവർക്കൊപ്പം സമയം ചിലവഴിച്ചു. ഇടയ്ക്കിടെ കണ്ണുകൾ രണ്ടച്ഛന്മാർക്കും ഇടയിലിരുന്ന് കളി പറഞ്ഞു ചിരിക്കുന്ന ഗോപികയെ വലം വയ്ക്കും. തനിക്ക് മുന്നിൽ ഇങ്ങനെയൊരു ദിവസം എന്നെങ്കിലും വന്നെത്തുമോ എന്ന ചിന്ത മനസ്സിനെ പിടിച്ചുലയ്ക്കുമെങ്കിലും ഉള്ളു തുറന്നുള്ള ഗോപികയുടെ അഴകുള്ള ചിരി കാണാൻ അവൾക്കും ഒരുപാട് ഇഷ്ടമാണ്. എന്താണിവിടെ ഒരു ആഘോഷം? കാതിലേക്ക് തുളച്ചു കയറിയ രവീന്ദ്രന്റെ ശബ്ദം കളിച്ചിരികൾ മുഴങ്ങിയിരുന്ന അന്തരീക്ഷത്തെ നിശബ്ദമാക്കി. ദയയുടെ കണ്ണുകൾ ഭയപ്പാടോടെ അയാളിലേക്ക് എത്തി നിന്നു. ഏതാൾക്കൂട്ടത്തിന് നടുവിലായാലും അയാളുടെ മുഖം കാണുമ്പോൾ ഉള്ളിലൊരാന്തലാണ്. അവ ഓർമ്മകളിലേക്ക് പടർന്നു പിടിക്കും. ദേഹിയും ദേഹവും ഒരുപോലെ ചുട്ടുപൊള്ളിക്കും. എല്ലാവരെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ച് രവീന്ദ്രൻ വാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞു വെറുതെ. ഉദയനും ശേഖരനും ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് രവീന്ദ്രനെ സ്നേഹത്തോടെ സ്വീകരിച്ചപ്പോൾ ഗോപിക പുച്ഛത്തോടെ ഇടതുകാലിന് മീതെ തൻ്റെ വലതുകാല് കയറ്റിവെച്ച് സോഫയിൽ ഒന്നുകൂടെ ഞെളിഞ്ഞിരുന്നു. രവീന്ദ്രൻ അത് കാണുകെ അമർഷം തോന്നിയെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന മട്ടിൽ അതിവിനയം ഭാവിച്ച് നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ ഒന്നിലേക്ക് അമർന്നു. റോഡിൻ്റെ കാര്യം ഞാൻ 1-2 പേരോട് സംസാരിച്ചിരുന്നു ഉദയ. 2 പേര് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ രവീന്ദ്ര. ഇവിടെ നിന്ന് അങ്ങോട്ട് 5-10ഓളം വീടുകളില്ലേ? അവരൊക്കെ സമ്മതിക്കണ്ടേ? മാത്രമല്ല വഴി വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടും സ്ഥലവും കൂടെ എൻ്റെ കയ്യിലാക്കേണ്ടി വരും. ഉദയനൊന്ന് നിർത്തി നെടുവീർപ്പോടെ വീണ്ടും സംസാരിച്ചു തുടങ്ങി. ശരിയാകില്ല രവീന്ദ്ര, വേറെ എവിടെങ്കിലും നോക്കാം. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ വരട്ടെ ഉദയ. ഈ വീടിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടണ്ട. ഇതിപ്പം വെച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. 10-40 വർഷത്തിന് മുകളിലായില്ലേ പണി കഴിപ്പിച്ചിട്ട്. എപ്പോഴാ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതെന്ന് ആര് കണ്ടു? അതിലും ഭേദമല്ലേ പൊളിച്ചു മാറ്റണത്. മുറപ്രകാരം ഇത് സാവിത്രിക്ക് അവകാശപ്പെട്ടതാണല്ലോ. ഞങ്ങൾ തനിക്ക് തന്നാൽ പോരെ? ദയയ്ക്ക് തൻ്റെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകും പോലെ തോന്നി. ആകെയുള്ള അഭയമായിരുന്ന ഈ വീട് കൂടെ നഷ്ടപ്പെട്ടാൽ താൻ എങ്ങോട്ട് പോകും? ആരുണ്ട് കൂടെ? രവീന്ദ്രൻ്റെ കൈകളിൽ അകപ്പെടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒരുപക്ഷെ അതിനുവേണ്ടി തന്നെയാകും അയാൾ കരുക്കൾ നീക്കുന്നതും. രവീന്ദ്രൻ്റെ മറുപടി സ്വീകാര്യമായിരുന്നെങ്കിൽ കൂടെ ഉദയൻ്റെ മുഖം തെളിഞ്ഞില്ല. അയാൾ ഒരു അഭിപ്രായത്തിനെന്ന പോലെ ശേഖരനെ നോക്കി. അളിയൻ പറഞ്ഞത് ശരിയാ ഉദയ. ഈ വീട് ഇനി അധികകാലം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. തിരികെ മടങ്ങുമ്പോൾ അച്ഛനെ ഞാനങ്ങ് കൂട്ടിയേക്കാം. ശേഖരൻ്റെ അഭിപ്രായത്തിൽ രവീന്ദ്രൻ്റെ കണ്ണുകൾ ആർത്തിയോടെ തിളങ്ങി. എല്ലാം തൻ്റെ വരുതിയിലാകുന്നു ഓർത്തപ്പോൾ രവീന്ദ്രനിൽ ആവേശം മൂത്തു. അതെ, ഇത് വിറ്റ് കിട്ടണ കാശുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായ വീടെടുക്കാലോ. പിന്നെ സ്വാതിയുടെയും ദയമോളുടെയും വിവാഹമല്ലേ. എന്തെങ്കിലും കയ്യിൽ തടഞ്ഞാൽ അതും കൂടെ എനിക്ക് അങ്ങോട്ട് നടത്താമായിരുന്നു. രവീന്ദ്രൻ ദയയെ ഒന്ന് നോക്കി. മറ്റുള്ളവർക്ക് മുന്നിൽ അത് തീർത്തും സ്വാഭാവികമായ നോട്ടമായിരുന്നു, ഒരച്ഛൻ്റെ കരുതലുള്ള പോൽ. എന്നാൽ ദയ അറിഞ്ഞു അതിനുള്ളിലെ ചതി, തന്നെ ഒറ്റപ്പെടുത്താനുള്ള അയാളിലെ ക്രൂരത. ആരൊരും തുണയില്ലെങ്കിൽ വേട്ടയാടാൻ എളുപ്പമാണല്ലോ. അതേസമയം ഗോപികയുടെയും ശരണിൻ്റെയും കണ്ണുകൾ പകയോടെ രവീന്ദ്രനിലായിരുന്നു. അവരും മനസ്സിലാക്കിയിരിക്കാം അയാൾക്കുള്ളിലെ കുടിലതയെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ. രവീന്ദ്രൻ മുഖവുരയോടെ പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അയാളിലേക്കെത്തി. പറഞ്ഞല്ലോ സ്വാതിമോളുടെ വിവാഹം. അത് കണ്ണനുമായി നമ്മൾ പണ്ടേ പറഞ്ഞു വെച്ചതായിരുന്നല്ലോ. എത്രയും പെട്ടെന്ന് നടത്തുകയാണെങ്കിൽ. ആര് പറഞ്ഞു വെച്ചു? ഗോപു അനിഷ്ടത്തോടെ രവീന്ദ്രനെ ചോദ്യം ചെയ്തു. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഗോപികയിൽ നിന്നും അത്തരമൊരു നീക്കം രവീന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ല മോളെ, അത് പണ്ടേ. ഏട്ടൻ പറഞ്ഞോ നിങ്ങളോട് ഏട്ടനെ സ്വാതി ചേച്ചി ഇഷ്ടമാണെന്ന്? രവീന്ദ്രൻ കൈലാസിനെ നോക്കി. അയാളെല്ലാം ശ്രവിച്ച് മൗനമായി നിൽക്കുകയായിരുന്നു. മോളെ, സ്വാതി കൈലാസിൻ്റെ മുറപ്പെണ്ണല്ലേ, അതുകൊണ്ടാണ് രവി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. ഓഹോ, അപ്പോൾ ദച്ചുവോ അച്ഛാ? അവളും ഏട്ടൻ്റെ മുറപ്പെണ്ണല്ലേ? അങ്ങനെയെങ്കിൽ ആ വിവാഹം നടക്കട്ടെ. ഏട്ടനും ദച്ചുവിനെ തന്നെയാണ് ഇഷ്ടം അല്ലേ ഏട്ടാ? ഗോപികയുടെ ചോദ്യത്തിന് മറുപടിയായി കൈലാസ് ഒന്ന് പുഞ്ചിരി തൂകി. രവീന്ദ്രൻ ആകെ വിരണ്ടു. തൻ്റെ പദ്ധതികൾക്ക് മീതെ അപ്രതീക്ഷിതമായേറ്റ കനത്ത പ്രഹരത്തിൽ അയാളുടെ മനസ്സും ശരീരവും ഒരുപോലെ ചഞ്ചലപ്പെട്ടു പോയിരുന്നു. ദയയും ആകെ പരിഭ്രമപ്പെട്ടു. അന്ന് കൈലാസ് പറഞ്ഞ വാക്കുകളെ താൻ ഒട്ടും ഗൗരവത്തിലെടുത്തിരുന്നില്ല. ഗോപികയിൽ നിന്നും എല്ലാം അറിഞ്ഞപ്പോൾ തന്നോട് തോന്നിയ വെറും സഹതാപത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെന്ന് കരുതി.
അതിനുശേഷം ഒരിക്കൽ പോലും അയാൾ തന്നോട് മിണ്ടിയിട്ടില്ല. മിണ്ടാനുള്ളൊരവസരം താൻ നൽകിയിട്ടില്ലെന്ന് പറയുന്നതാവും ഉചിതം. ആ നിഴൽവട്ടം കാണുമ്പോഴേക്കും ഓടി ഒളിക്കാറല്ലേ പതിവ്? ദയ ആലോചനയോട് നിൽക്കുമ്പോഴേക്കും രവീന്ദ്രൻ നിരാശ പടർന്ന മുഖത്തോടെ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കൂ, രവീന്ദ്രൻ കൈലാസിനെ നോക്കി പറഞ്ഞ് തിരികെ നടന്നു. പോകുന്ന പോക്കിൽ അത്യധികം ക്രോധത്തോടെ മിഴികളാൽ ദയയ്ക്കൊരു താക്കീത് നൽകാനും അയാൾ മറന്നില്ല. കാവിലെ ഈ വരണ തിങ്കളാഴ്ചയാണ് തേറ. ഇവിടെ നിന്ന് എല്ലാവരും ഉണ്ടാകുമെന്നറിയാം. എന്നാലും ശേഖരേട്ടനും കുടുംബവും ഒക്കെ വന്ന സ്ഥിതിക്ക് അറിയിക്കേണ്ട ഒരു കടമ ഞങ്ങൾക്കും ഉണ്ടല്ലോ. അതാ ഇതുവഴി ഇറങ്ങിയത്. ഉമ്മറ കസേരയിലേക്ക് ചാഞ്ഞിരിക്കുന്ന പ്രഭാകരവർമ്മയ്ക്ക് മുന്നിൽ നിന്ന് അമ്പല കമ്മിറ്റിക്കാരിൽ ഒരാൾ എളിമയോട് പറഞ്ഞു. പ്രഭാകരവർമ്മയ്ക്ക് ഓരോ വശത്തായി കുടുംബാംഗങ്ങൾ എല്ലാവരും നിൽപ്പുണ്ട്. എന്നാൽ ദയ മാത്രം ഉച്ചവെയിലിൽ നനഞ്ഞ തുണികൾ വിരിച്ചിടുന്ന തിരക്കിലായിരുന്നു. സ്വാതിമോളുടെ വക സംഗീത കച്ചേരി ഇക്കൊല്ലവും ഉണ്ടാകുമല്ലോ അല്ലേ? ഉവ്. സ്വാതി പുഞ്ചിരിയോടെ മറുപടി നൽകി. വേറെ പൂജകളോ വഴിപാടോ? ഉണ്ട്. എല്ലാവരുടെയും പേരും നക്ഷത്രവും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എല്ലാവരുടെയും വേണ്ട, ഒരാളുടെ പേരിൽ മാത്രം മതി. ദയാദുർഗ, കാർത്തിക നക്ഷത്രം. പ്രഭാകരവർമ്മയുടെ ഗാംഭീര്യമാർന്ന വാക്കുകൾക്ക് മുമ്പിൽ സാവിത്രിയും മക്കളും രവീന്ദ്രനുമെല്ലാം അന്തിച്ചു നിന്നു. ദയയിലും അതേ ഞെട്ടലായിരുന്നു. കാലം ഇന്നോളം കേട്ടിട്ടില്ല തനിക്ക് വേണ്ടിയൊരു വഴിപാട്. കുടുംബക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും മുത്തച്ഛൻ ഉത്സവത്തിന് ഈ വീട്ടിലുള്ളവരുടെ പേരിൽ പൂജകളും വഴിപാടുകളും നടത്താറുണ്ട്. താൻ മാത്രമായിരുന്നു അതിൽ പരിഗണിക്കപ്പെടാത്ത ഏക വ്യക്തി. മാത്രമല്ല, കാവിലേക്ക് കയറാനും തനിക്ക് അനുമതിയില്ല. കീഴ്ജാതിയിൽപ്പെട്ടവർ കയറിയാൽ കാവ് അശുദ്ധമാകുമത്രേ. ദയയുടെ ചുണ്ടുകൾ പുച്ഛത്താൽ ചുളിഞ്ഞു. വേറെ ആരുടെയെങ്കിലും പേരിൽ? അദ്ദേഹം ഇല്ലെന്നർത്ഥത്തിൽ തൻ്റെ ചുളിവ് വീണ വലത് കൈത്തലം ഉയർത്തി കാണിച്ചു. അവർ യാത്ര പറഞ്ഞിറങ്ങിയ നിമിഷം തന്നെ സാവിത്രി പ്രഭാകരവർമ്മയ്ക്ക് മുന്നിൽ കയറി ഗർവോടെ നിന്നു. അച്ഛൻ എൻ്റെയും ഏട്ടൻ്റെയും മക്കളെ മറന്നോ? എല്ലാ ആണ്ടിലും ഞാൻ നിന്റെ വാശിയുടെ പേരിൽ നിന്റെ കുട്ടിയല്ലേ മറക്കാറ്. ഇത്തവണ അങ്ങനെ വേണ്ടെന്ന് തോന്നി. എന്താ ശേഖര, അതിൽ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഏയ് ഇല്ലച്ചാ. ഏട്ടന് തോന്നിയില്ലെങ്കിൽ എനിക്ക് തോന്നി. ആ നശിച്ചവൾക്ക് വേണ്ടി പൂജ നടത്താൻ അവൾ നമ്മുടെ ആരാ? അവൾ ആരാന്ന് വല്യമ്മയ്ക്ക് അറിയില്ലേ? പ്രഭാകരവർമ്മയുടെ നാവിൽ നിന്നും മറുപടി ഉതിരും മുന്നേ ദയയ്ക്കായി ഗോപികയുടെ ശബ്ദം ആ ഇരുനില വീടാകെ മുഴങ്ങി കേട്ടിരുന്നു. ഓരോരോ കാരണങ്ങൾ മെനഞ്ഞുണ്ടാക്കി അവളെ ഒരു അടുക്കളക്കാരിയാക്കി ഒതുക്കാൻ നിങ്ങളും നിങ്ങളുടെ മാന്യനായ ഭർത്താവും മക്കളും കൂടെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും കാലം ആ പാവം നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്നെന്ന് കരുതി ഇനി അങ്ങോട്ടും അതുണ്ടാകുന്ന വല്യമ്മ മനക്കോട്ട കെട്ടണ്ട. വല്യമ്മ എന്നല്ല ആരും. ഈ ഗോപിക ജീവനോടുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല. ഞങ്ങൾ ഇവിടെ നിന്നും പോകുമ്പോൾ അവളുണ്ടാവും ഞങ്ങളുടെ കൂടെ. വെറുതെ അല്ല എൻ്റെ ഏട്ടൻ്റെ കൈപിടിച്ച് അവൻ്റെ ഭാര്യയായിട്ട്. നിങ്ങൾക്കൊക്കെ തോന്നും പോലെ തട്ടിക്കളിക്കാനും ഉപദ്രവിക്കാനും ഇട്ടു തരില്ല ഞാൻ അവളെ. ഗോപിക ഉയർന്ന ശബ്ദത്തിൽ വീറോടെ പറഞ്ഞു. ആ വാക്കുകൾക്ക് മുമ്പിൽ സാവിത്രിയും രവീന്ദ്രനും പകച്ചു നിന്നപ്പോൾ കൈലാസിനെ നഷ്ടപ്പെടുന്ന വേദനയിൽ സ്വാതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ട് സിദ്ധാർത്ഥ് അവളെ അയാളുടെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. തൻ്റെ സഹോദരിയുടെ വേദനയിൽ അയാളുടെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ മിഴികളിൽ നിന്നും അടർന്നു വീഴുന്ന ഓരോ തുള്ളിയും സിദ്ധാർത്ഥിന്റെ നെഞ്ചിലെ ദയയോടുള്ള രോഷത്തെ ആളിക്കത്തിച്ചു. ദയയ്ക്ക് ചുറ്റും രക്ഷാകവചം തീർത്ത് ഗോപികയും മറ്റുള്ളവരും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ പാവം പെണ്ണിനെ അയാൾ ഇഞ്ചിഞ്ചായി കൊന്നേനെ. മുറ്റത്ത് നിന്ന് എല്ലാം കണ്ടും കേട്ടും നിൽക്കുകയായിരുന്നു ദയ. സിദ്ധാർത്ഥിന്റെ ചുവന്നു കയറിയ മിഴികളും കഴുത്തിലെ വരിഞ്ഞു മുറുകിയ ഞരമ്പുമെല്ലാം അവളെ ഭയത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരുന്നു. അയാളിൽ തന്നോടുള്ള ദേഷ്യം പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇത്രത്തോളം ഭീകരമായൊരു ഭാവം ഇതാദ്യമായിട്ടായിരുന്നു. താൻ ഒന്നിനുമില്ലെന്നുറക്കെ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു ദയയ്ക്ക്. പക്ഷേ ഭീതിയാൽ ഉമിനീര് പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഉടലാകെ മരവിച്ചു പോയിരുന്നു.